ഹായ് ഓൾ വെൽക്കം ബാക്ക്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ എൻ്റെ ഒരു കാൻഡിൽ സ്റ്റാൻഡ് റിപ്പയർ ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, ക്ലേ ഒക്കെ വെച്ചിട്ട്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ക്ലേ ബാക്കി വന്നത് ഇനി വെറുതെ കളയണ്ടേന്ന് വിചാരിച്ചിട്ട് അതിങ്ങനെ എന്തായാലും എടുത്ത് വെച്ചാൽ അത് ഡ്രൈ ആയി പോവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു പെൻഡൻറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് ഒരു മാർക്കർ വെച്ചിട്ട് കുറച്ച് തിക്നെസ്സിൽ പരത്തിയെടുത്തതിന് ശേഷം ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് ഇങ്ങനെ പെൻസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നീഡിൽ എന്തെങ്കിലും വെച്ചിട്ട് ഫ്ലവറിൻ്റെ ഷേപ്പ് ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേതുപോലെ അത് കട്ട് ചെയ്തെടുക്കാം. ഫ്ലവറിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള മോൾഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കട്ട് ചെയ്താലും മതി കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ആ ഒരു ഷേപ്പിലുള്ള മോൾഡ് ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ആ ഒരു നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതേ ഒരു ബ്രഷ് വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ നന്നായിട്ട് സ്മൂത്താക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേൽഭാഗമൊക്കെ ഒന്ന് ഈവനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഒന്ന് ബ്രഷ് ചെയ്തിട്ട് സ്മൂത്താക്കി കൊടുത്തു. അതിൻ്റെ ശേഷം എന്തേ ഒരു സ്പൂണിൽ വെച്ചിട്ടാണ് ഞാൻ ഡ്രൈ ആക്കാൻ വെക്കുന്നത്. കാരണം ഇതൊരു സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നേക്കാളും എനിക്ക് കുറച്ചൊരു ഫ്ലവർ ഇങ്ങനെ ബ്ലൂം ചെയ്ത് വരുന്ന ഒരു സ്റ്റേജിൽ കുറച്ചൊന്ന് ഇങ്ങനെ ഉള്ളിലോട്ടേക്ക് കുഴിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ ഡ്രൈ ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് ജസ്റ്റ് സെൻറ്റർ പോർഷൻ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെയാണ് ഞാൻ ഡ്രൈ ആക്കാൻ വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതേതുപോലെ ഒരു ഐപ്പിന്ന് വെച്ചിട്ട് ഞാൻ അതിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഐപ്പിന്ന്. കാരണം നമുക്കത് മാലയിട്ട് അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഐപ്പിൻ ആവശ്യമാണ്. അതിൻ്റെ ശേഷം ദേ നന്നായിട്ട് ഞാൻ 24 hours ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഡ്രൈ ആയ ശേഷം ഒരു ചെറിയ പീസ് സാൻഡ് പേപ്പർ എടുത്തിട്ട് അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് നല്ല സ്മൂത്താക്കി കൊടുത്തു. അതിൻ്റെ ശേഷം ദേ പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. ഞാൻ സെൻറ്ററിലൊരു യെല്ലോ കളറും സൈഡിൽ റെഡ് കളറും ചെയ്തിട്ടുണ്ട്. അത് പെയിൻറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ മെമ്മറി ഫുള്ളായിട്ട് ക്യാമറ ഓഫായ കാര്യം ഞാൻ അറിഞ്ഞില്ല. അതുകൊണ്ട് ആ റെഡ് കളർ പെയിൻറ്റിങ് ചെയ്ത വീഡിയോ എൻ്റെ കയ്യിലില്ല. അക്രിലിക് പെയിൻ്റ് ആണ് കേട്ടോ ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അത് അധികം നേരമൊന്നുമില്ല, ഒരു ഹാഫ് ആൻ അവർ വെച്ചപ്പോഴത്തേനും നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അത് നന്നായിട്ട് ഡ്രൈ ആയതിൻ്റെ ശേഷം കുറച്ച് വാർണിഷ് എടുത്തിട്ട് ഞാൻ അതിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്രഷ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒരു സ്പഞ്ചോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനത് ഇങ്ങനെ കുഴിഞ്ഞ് നിൽക്കുന്നതായതുകൊണ്ട് അതിൻ്റെ സെൻറ്ററിൽ തന്നെ കുറച്ച് വാർണിഷ് ഒഴിച്ചിട്ട് അത് ഇങ്ങനെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ അതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ക്ലൈമറ്റിൽ വാർണിഷ് ഡ്രൈ ആയി കിട്ടാൻ ഒരുപാട് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ഒരു 24 hours മേലെ ഞാൻ 1.5 ദിവസത്തോളം ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ ശേഷമാണ് ഞാനിതിങ്ങനെ അതുപോലൊരു മാലയിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് നല്ല അടിപൊളി പെൻഡൻ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.